തിരുഹൃദയഗീതം 18 ഭാഗം. നോക്കിപ്പടിക്കുവിൻ തച്ചാനാവൂസേപ്പിൻ്റെ നേർക്കുള്ള ഭക്തി ജ്വലിപ്പിക്കുവിൻ. തൊഴിലാളി വർഗത്തിനുജ്ജല മാതൃക, തൊഴിലിനെ തഴുകുന്നു മുത്തരൂപം. ആവന്യത്താതനിൽ മുറ്റിത്തിളങ്ങി കാൽവരി ബലിപീഠം ധീരധീരം. കാലിത്തൊഴുത്തിൽ ജനിച്ച എന്നെ പരിശീലിപ്പിച്ചതിയോമന താതനും പരിശുദ്ധ ജനനിയും കൂടിയത്രേ. അന്തിമ ബലിവേദിയിങ്കൽ ജലിക്കുവാൻ ആദിമ ബലിവേദി സജ്ജമാക്കി. അരുമക്കിടാവായി എന്നെ പഠിപ്പിച്ചു, ആ 2 പേരെയും സ്നേഹിക്കുവിൻ. പാടുപെട്ടെന്നും പണി ചെയ്തി എന്നെ, പാടത്തു പൊരിയുന്നു പാറ പോളിക്കുന്ന പകലന്തിയോളം പലതരത്തിൽ പണി ചെയ്ത കൊച്ചു കുടുംബം പുലർത്തുന്ന പണിയാളർക്കൊക്കെയും വഴികാട്ടിയും. ആഴിക്കടിത്തട്ടിൽ അരുണൻ പതിക്കുമ്പോൾ, ഊഴിയെ കൂരിരുൾ മൂടിടുമ്പോൾ, അഴലാറ്റനകിലരുമാനല്ലാത്താതൻ്റെ കഴിലിങ്കൽ വീഴട്ടെ തഴുകേലേൽക്കാൻ. വിശുദ്ധ യൗസേപ്പു തൊഴിലാളി വർഗത്തിൽ വിശ്വൈക മാതൃക എന്നുമെന്നും. വിയർപ്പിൻ്റെ തുള്ളി വിമോചനം വാങ്ങുന്നു, വിലയേറിയ മുത്തുമണികളെന്നും. ആശാരിപ്പുരയിലെ കഠിന പ്രയത്നത്താൽ ആഗോളമെങ്ങും പാടിപ്പിച്ചവൻ. തപസിൻ്റെ രൂപമായി താടി നീട്ടിക്കൊണ്ട് തമസീനെ വെന്ന വിശുദ്ധതാതൻ. ദൈവമാമെന്നെയും ദൈവത്തിൻ ജനനീയാം ദിവ്യമാം മാതാ മറിയത്തെയും സംഘർഷങ്ങളില്ലാതെ സമരങ്ങളില്ലാതെ തൊഴിൽ ചെയ്തു പോരുവാനിടയാക്കിയ സമതൻ ദീപിക സ്വാത്വികൻ സൗമ്യത്തിൽ സൗന്ദര്യ മാതൃക പുണ്യതാതൻ. നരവംശമെന്നെയും മമ്മി മറിയത്തെയും ദിവസേനെ ശിക്ഷണശീലമാക്കി. തൊഴിലുകൾ ചെയ്യുവാൻ വേദിയൊരുക്കിയ തൊഴിലാളിയായൊരു മുതലാളിയെ, താപസശ്രേഷ്ഠനെ വിരമിരക്തനെ തച്ചനും പരിശുദ്ധ യൗസേപ്പിനെ താലോലിച്ചെന്നെ തഴുകി വളർത്തിയ താതനെ നിങ്ങൾ നിരീക്ഷിക്കുവിൻ. മാതൃക മുതലാളി, മാതൃക തൊഴിലാളി, മാലോക മക്കൾക്ക് മാധ്യസ്ഥനായി പുതുലോകം പണിയുവാൻ നവശൈലി നൽകിയ പുണ്യവാൻ നിങ്ങളെ കൈവിടില്ല. വേലയെടുത്തു വിയർക്കുന്ന ജീവിതം വേവലില്ലാതെ ശ്ലേഷിക്കുവാൻ ആശാരിപ്പണി വഴി
കുരിശിൻ്റെ മാധുര്യം അഖില ലോകത്തിന് കാഴ്ചവെച്ച ആത്മീയ വെട്ടക്കതിരുകൾ വീശിയ ആ ദിവ്യതാതനെ അനുകരിപ്പിൻ. ഇന്നാണ് മെയ് ദിനമെന്നു പറയുവോർ, അന്നാണ് യൗസേപ്പ് പുണ്യവാൻ്റെ ദിനമെന്നതോർക്കുവിൻ. മെയ് ദിന പരിപാടി വിഗതം മുഴക്കി പ്രഘോഷിക്കുവിൻ. നിസ്വരും സമ്പൽ സമൃദ്ധരും ദൈവത്തിൻ നിസീമ സ്നേഹം ചൊരിഞ്ഞിടുന്നു. ആരോമൽ തന്നെയാണെന്ന മഹാസത്യം ആരും മറക്കല്ലേ ജീവിതത്തിൽ. ധനവും പ്രതാപവും ക്ഷണികങ്ങളാണെന്ന് പുനരധിവാസത്തിൽ പൂമനേരം. ധനവും പ്രതാപവും ക്ഷണികങ്ങളാണെന്ന് പുനരധിവാസത്തിൽ പൂമന്നീരം. ധനിക ദരിദ്ര വിവേചനമില്ലാതെ പനിനീർ പരിമളം പരിലസിക്കും. മാതാവിൻ്റെ നൊമ്പരങ്ങൾ. ഞാനും എൻ്റെ മകനും തമ്മിലുള്ള ബന്ധം വചനമാകുന്ന ബന്ധമാകുന്നു. ഞാൻ മകനെ പ്രസവിച്ചു, പാലൂട്ടി വളർത്തി. അമ്മ ജ്ഞാനത്തിലും ബുദ്ധിയിലും വളർത്തി. പക്ഷേ ഈ മാതാപുത്ര ബന്ധത്തെക്കാൾ ഉപരി വചനത്തോടുള്ള ആത്മബന്ധമായിരുന്നു കർത്താവിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത്. പിതാവായ ദൈവത്തിന് വാക്കുകൊടുത്തു, ഇതാ കർത്താവിൻ്റെ ദാസി. അന്ന് പിതാവിന് കൊടുത്ത ആമേൻ അക്ഷരം പ്രതി അമ്മ പാലിച്ചു പോന്നിരുന്നു. മകനായ യേശുവിനേക്കാൾ ഉപരി വചനമാകുന്ന യേശുവിനെയാണ് അമ്മ കൂടുതൽ സ്നേഹിച്ചത്. പ്രസവിച്ചു വളർത്തി. ഇതൊരു സ്ത്രീയുടെ ധർമ്മം മാത്രം. പിതാവും പുത്രനും ഒന്നാണല്ലോ. അങ്ങനെ പിതാവും പുത്രനും ഇവനിൽ ഉൾക്കൊള്ളുന്ന സഹായകനായ പരിശുദ്ധ ആത്മാവും കൂടിയ ത്രിത്വൈക ദൈവമായിരുന്നു മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത്. ത്രിത്വൈക ദൈവത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ നന്മ നിറഞ്ഞവളായി. വചനവും മേരിയും തമ്മിലുള്ള ബന്ധം ആഴമേറിയതായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ വചനം അനുസരിക്കുന്നവൻ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയും, കാനായിൽ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ അനുസരിക്കുവിൻ. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന മേരിക്ക് ത്രിത്വൈക വ്യക്തികളുടേതുപോലുള്ള അധികാരമാണ്. ത്രിത്വവും മേരിയും ഒന്ന്, പക്ഷെ ഒരു വ്യത്യാസം മാത്രം. ത്രിത്വക്കാർ സ്വർഗത്തിൽ നിന്നും വന്നവരും മേരി ഭൂമിയിൽ നിന്നും വന്നവളാണ്. ഭൂമിയിൽ നിന്ന് വന്ന മേരി പലപ്പോഴും ഭൂമിയിൽ പലയിടങ്ങളിലും അത്ഭുതങ്ങളും ദൈവ സാന്നിധ്യങ്ങളും നടത്താറുണ്ട്. ത്രിത്വൈക ദൈവത്തിലെ അംഗമെന്ന നിലയിൽ മേരിക്കും ഒരേ സ്ഥാനമാണ് ഉള്ളതെങ്കിലും ഭൂമിയിൽ നിന്നുള്ളവളായതുകൊണ്ട് മേരിക്ക് നൂതനയില്ല. ഒരൊറ്റ വിശുദ്ധനും നൂതനയില്ല. സ്വർഗത്തിൽ നിന്ന് വന്നവർക്ക് മാത്രമേ നൂതനയുള്ളൂ. മറിയത്തിന്റെ
വിമല ഹൃദയത്തിൽ തൃത്വം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മറിയത്തോട് പ്രാർത്ഥിച്ചാലും ദൈവം കാര്യം നടത്തിത്തരും. ഭൂമിയിൽ വസിക്കുന്നവരായ നമ്മൾക്ക് ഭൂമിയിലെ പ്രതിനിധിയായി സ്വർഗാരോഹണം ചെയ്ത അമ്മ നമുക്ക് വരപ്രസാദങ്ങൾ നേടിത്തരുന്നു. അമ്മ പിതാവിന്റെ മകളും പുത്രന്റെ അമ്മയും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും ആണല്ലോ. വചനവും മേരിയും തമ്മിലുള്ള അടുപ്പം, എളിമയുള്ളവൾ, ഈ വിശേഷങ്ങളെല്ലാം ഉള്ളതായ മേരി ത്രിത്വത്തിന് ഒപ്പം നിൽക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒരു പിടി മുന്തിയവളാണ് മേരി. എന്ന് വെച്ചാൽ ത്രിത്വം കഴിഞ്ഞാൽ അടുത്ത വ്യക്തി സംരക്ഷക. ഭൂമിയിൽ നിന്നുള്ള ദൈവത്തിന്റെ 1-ാം നമ്പർ പ്രതിനിധി പരിശുദ്ധ അമ്മയാണ്. ത്രിത്വൈക ദൈവവും അമ്മയുമായുള്ള ബന്ധം ദൈവപിതാവിൽ പ്രസവിക്കാൻ അനുവാദം ചോദിക്കുന്നു. ദൈവവും സ്വർഗവാസികളെല്ലാം ഈ രംഗം വീക്ഷിക്കുകയായിരുന്നു. മേരിയുടെ സമ്മതം കിട്ടിയപ്പോൾ സ്വർഗവാസികൾ സന്തോഷഭരിതരായി. ഇതോടുകൂടി പിതാവും മേരിയും തമ്മിലുള്ള ബന്ധം ഗാഢമായി. മേരിയുടെ സമ്മതം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൽ മേരി ഗർഭിണിയായി. അങ്ങനെ നേരത്തെക്കാൾ ഉപരി മേരിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചു. പിതാവിന്റെ ഇഷ്ടത്തിന് വഴങ്ങിയ മേരി വചനമാകുന്ന യേശുവിനെ ഗർഭം ധരിച്ചു. മാനുഷികമായ ഒരമ്മയുടെ ചുമതലകളെല്ലാം നിർവഹിച്ച മേരി വചനത്തിൽ ഉറച്ചു നിന്നു. പരിശുദ്ധാത്മാവിനോട് ഗാഢമായി ബന്ധം പുലർത്തിയ മേരി പിതാവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കുഞ്ഞിനെ വളർത്തി. പിതാവും പിതാവിന്റെ ആത്മാവും നിറഞ്ഞു നിന്ന മേരിയിൽ കൂടി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത് പിതാവ് തന്നെയായിരുന്നു. യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം ഞാൻ ചെയ്യുന്നു. ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിന്റെ ഹിതമനുസരിച്ച് ചൊൽപ്പടിക്ക് നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയ മേരിക്ക് യേശുവിന്റെ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീ ആയതുകൊണ്ടും യേശുവിന് തൊട്ടു താഴെ സ്ഥാനം നൽകി സഹരക്ഷകയായി ഉയർത്തി. യേശുവുമായുള്ള ബന്ധം, എന്റെ മകൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അഹങ്കരിക്കാത്ത സ്ത്രീ, എളിമയുള്ളവൾ, ഒരു സ്ത്രീക്ക് അമ്മയ്ക്ക് അനുഭവിക്കാവുന്നതിലധികം സഹിച്ച സ്ത്രീ, ക്ഷമയുടെ സഹനത്തിന്റെ മൂർത്തീകരണം, യേശുവിന്റെ വേദനയിൽ പങ്കുകൊണ്ട അമ്മ, ഉണ്ണിയേശുവിനെ വയറ്റിലിട്ട് ആ കൊച്ചിന് ആന്തരികമായ മുറിവുകൾ സമ്മാനിക്കാത്ത അമ്മ, ഗർഭകാലത്തുണ്ടായതും ഉണ്ണിയേശുവിനെ വളർത്തിക്കൊണ്ടുവന്ന സമയത്തും ഉണ്ടായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച അമ്മ, ഗർഭകാലത്ത് പാപങ്ങളിലും ആസക്തികളിലും ഒഴുകാതെ ദൈവത്തിനോട് ഒട്ടിച്ചേർന്ന് ഉണ്ണിക്കൊരു ആന്തരിക മുറിവും ഏൽക്കാതെ സംരക്ഷിച്ച അമ്മ, കുരിശുമരണത്തിനായി മകനെ വിട്ടുകൊടുക്കുന്ന അമ്മ, മകന്റെ കാര്യത്തിലും തടസ്സം നിൽക്കാത്ത അമ്മ, മകനായ വചനത്തിൽ അതിയായ അമ്മ, ഈ സർവ ഗുണസമ്പത്തിന്റെയും ഉടമയായിരുന്നു അവർ. ഇതിൽ നിന്നും യേശുവിന്റെ രക്ഷാകര പദ്ധതിക്ക് അമ്മ എത്രമാത്രം അധ്വാനിച്ചിരിക്കുന്നു. അമ്മയിൽ പാളിച്ച പറ്റിയിരുന്നെങ്കിൽ യേശുവിന്റെ രക്ഷാകര പദ്ധതിക്ക് തടസ്സം വരുമായിരുന്നു. ഇതിനുവേണ്ടി മകനെ ഒരുക്കുകയായിരുന്നു അമ്മ. ഈ സഹരക്ഷകയായ അമ്മയുടെ കാൽപ്പാടുകളെ നമുക്ക് ഈ സഹരക്ഷയുടെ കാൽപ്പാടുകളെ സഹരക്ഷകയായ അമ്മയുടെ കാൽപ്പാടുകളെ നമുക്ക് പിന്തുടരാം. അമ്മയോട് അപേക്ഷിച്ചാൽ ദൈവം കനിയാതിരിക്കില്ല. ത്രിത്വൈക ദൈവമേ, അങ്ങൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ.
വർദ്ധിച്ചതിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കുന്നു. സാദരമി കൃപയേറ്റുവാങ്ങുവോ നിന്നിൽ വിശ്വസിച്ച് നിത്യരക്ഷ നേടിടും. നിൻ കൃപാസമുദ്രത്തിൽ എൻ പാപമലിനത കഴുകി തുടച്ചു നീക്കേണമേ. കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞൻ ജീവനെ നിൻ പൂർണ്ണതയിലേക്ക് നയിക്കേണമേ. ത്രിത്വൈക ദൈവമേ, അങ്ങൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു, എന്നു ഞാനറിയുന്നു, എന്നു ഞാനറിയുന്നു. അമ്മേ മേരി മാതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ മേരി മാതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ. എഴുത്തുപോലെ മഹത്തരമാണ് വായനയും. കാരണം രണ്ടും സ്വർഗാത്മകമാണ്. എഴുത്തുപോലെ തന്നെയാണ് വായനയും. കാരണം രണ്ടും സ്വർഗാത്മകമാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ. ഒരു കഥയാണ് കേട്ടോ. ഒരു ഗ്രാമത്തിലെ കൃഷിക്കാരന്റെ വീട്ടിലേക്ക് അന്ന് രാത്രി ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എത്തുകയാണ്. മറ്റാരുമല്ല, ഒരു കുറുക്കനാണ്. ആ കൃഷിക്കാരന്റെ വീടിന് പിറകിലുള്ള കോഴിക്കോട് ലക്ഷ്യമാക്കിയാണ് അവന്റെ വരവ്. അവൻ കോഴിക്കൂട്ടിൽ കടന്നു ഒരു കോഴിയെ കൊന്നിരുന്നു. ഒന്നിനെ ആ കോഴിക്കൂട്ടിൽ കൊന്നിടുകയും ചെയ്തു. എന്നിട്ടോ കൂട്ടിൽ നിന്നും പോകാതെ അവൻ ആ കോഴിക്കൂട്ടിൽ തന്നെ പതുങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ കോഴികളെ തുറന്നു വിടുന്നതിന് വേണ്ടി കൃഷിക്കാരൻ എത്തിയപ്പോഴാണ് അയാൾ ശരിക്കും ഞെട്ടിയത്. കാരണം തന്റെ 2 കോഴികളെ കാണാനില്ല. ഒന്നുതാ കൊന്നിട്ടിരിക്കുന്നു, ഒന്നിനെ ആ കുറുക്കൻ തിന്നുകയും ചെയ്തു. അയാൾക്ക് വലിയ ദേഷ്യം വന്നു. അയാൾ ഒരു വലിയ വടിയെടുത്തുകൊണ്ട് കുറുക്കന് നേരെ പാഞ്ഞെടുത്തു. പെട്ടെന്നാണ് അയാൾക്ക് ഒരു മനംമാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരം ഉണ്ടായത്. വേണ്ട, ഇവനെ ഇത്തവണ കൊല്ലേണ്ടതില്ല. ചില നല്ല കാര്യങ്ങൾ പറഞ്ഞ്, നല്ല വാക്ക് പറഞ്ഞ് അവനെ വെറുതെ വിടാം. അങ്ങനെ കൃഷിക്കാരൻ കുറുക്കനോട് പറഞ്ഞു, എടോ കുറുക്ക, നീ എൻ്റെ വരുമാന മാർഗമാണ് മുട്ടിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ മുട്ട തരുന്ന 2 കോഴികളെയാണ് നീ നശിപ്പിച്ചത്. അതുകൊണ്ട് മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കുറുക്കൻ തലതാഴ്ത്തി കൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നുപോയി. പിന്നീട് കുറുക്കിന്റെ ശല്യം ഉണ്ടായില്ല. അപ്പോൾ ഈ കൃഷിക്കാരന് വലിയ സന്തോഷമായി. കാരണം താൻ പറഞ്ഞ ഒരു കാര്യം ആ കുറുക്കൻ കേട്ടല്ലോ, അവനത് അനുസരിച്ചല്ലോ. അന്നു മുതൽ കൃഷിക്കാരൻ കോഴിക്കൂട് അടയ്ക്കാതെയായി. കാരണം കുറുക്കന്റെ ശല്യമില്ല, പിന്നെന്തിന് കോഴിക്കൂട് അടയ്ക്കണം എന്നതായിരുന്നു അയാളുടെ ചിന്ത. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. പതിവ് പോലെ അന്നും കൃഷിക്കാരൻ രാവിലെ കോഴിക്കൂടിന് അരികിലെത്തി. ശരിക്കും അന്നാണ് അയാൾ ഞെട്ടിയത്. കാരണം ഒരൊറ്റ കോഴി പോലും ആ കോഴിക്കൂട്ടിൽ ജീവനോടെ ഇല്ല. കുറെ എണ്ണത്തിനെ അവിടെ കൊന്നിട്ടിരിക്കുന്നു, കുറെ എണ്ണത്തിനെ കാണാനുമില്ല. അപ്പോൾ കൃഷിക്കാരൻ ഒരു കാര്യം ബോധ്യമായി. ഇത്തവണ കുറുക്കൻ തനിച്ചല്ല കോഴിക്കൂട്ടിലേക്ക് എത്തിയത്. അവന്റെ കൂട്ടുകാരെയും ചേർത്ത് ഒരു സംഘമായിട്ടായിരുന്നു
അവൻ കോഴിക്കൂട്ടിലേക്ക് എത്തിയത്. ശത്രുത ഉള്ള ഒരാളോട് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളോട് നമുക്ക് ക്ഷമിക്കാം, പക്ഷേ അവന് വീണ്ടും അതിന് ഒരവസരം അല്ലെങ്കിൽ നമ്മളോട് ശത്രുത കാണിക്കാനുള്ള, തെറ്റ് ചെയ്യാനുള്ള ഒരവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ആ ഒരു സംഭവത്തിലൂടെ കൃഷിക്കാരന് മനസ്സിലായി എന്നുള്ളതാണ്. അതായത് ഏതൊരു പാപിയോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കാണിക്കാം, പക്ഷേ ആ പാപിക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇവിടെ ശരിക്കും തെറ്റ് ചെയ്തത് കൃഷിക്കാരനാണ്. കാരണം അടയ്ക്കേണ്ട കോഴിക്കൂട് അയാൾ അടച്ചില്ല. അങ്ങനെ അടച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കുറുക്കന് കോഴിക്കൂട്ടിൽ കടക്കാനോ ഈ കോഴികളെ കൊല്ലാനോ ഉള്ള ഒരു അവസരമുണ്ടാകില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ജീവിതത്തിലും പകർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഉപദ്രവിക്കുന്ന ആളോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം, പക്ഷേ തെറ്റ് ആവർത്തിക്കാൻ നമ്മളായിട്ട് ഇട വരുത്തരുത്. ഇന്ന് വായനാ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും. വായിക്കുക, വളരുക. ഇന്ന് വായനാ ദിനം ജൂൺ 19. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. കടപ്പാട്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് തുടങ്ങിയത് ഞാനല്ല, കടപ്പാട് വേറെ ഒരു വ്യക്തിയാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുറിവുകൾ കിട്ടിയതും എനിക്കാണ്. കാരണം ആളുകളെ സംശയിക്കാൻ എനിക്കറിയില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അവർ എന്നെ ചതിക്കുമോ വഞ്ചിക്കുമോ പിന്നിൽ നിന്ന് കുത്തുമോ എന്ന് ചിന്തിക്കാറില്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഒരു തെറ്റാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെട്ടത് പലതും എൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ്. പലരും എൻ്റെ നന്മയെ ബലഹീനതയായി കണ്ടു. എൻ്റെ മൗനത്തെ പേടിയായി കണ്ടു. എൻ്റെ സ്നേഹത്തെ ഉപയോഗപ്പെടുത്തി എൻ്റെ വിശ്വാസത്തെ തകർത്തു. പക്ഷേ ഇന്നും ആരെയെങ്കിലും ചതിച്ച് ജയിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തോറ്റവനാകാൻ ആഗ്രഹിക്കുന്നില്ല. ജോലി സ്ഥലത്ത് ഞാൻ ആരുടെയും സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരെയും ചവിട്ടിത്താഴ്ത്തി മുന്നിലെത്താൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ആത്മാർത്ഥമായി ജോലി ചെയ്യുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ആത്മാർത്ഥത കൊണ്ടാണ് ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന ഞാൻ സെഷൻ ഇൻചാർജ് എന്ന സ്ഥാനത്ത് എത്തിയത്. പക്ഷെ ഞാൻ ഉയർന്നപ്പോൾ ചിലരുടെ മുഖത്ത് ചിരി മാഞ്ഞു. എൻ്റെ വളർച്ച അവർക്ക് സന്തോഷമായില്ല. വർഷങ്ങളായി കിട്ടാത്ത ഒരു സ്ഥാനം എനിക്ക് കിട്ടിയപ്പോൾ അവർക്കത് സഹിക്കാനായില്ല. ഒടുവിൽ അവർ കൂട്ടം കൂടി. ഞാൻ ഒറ്റയ്ക്ക് നിന്നു. അവർ പലരായി നിന്നു. എൻ്റെ മുന്നിൽ ചിരിച്ചവരിൽ ചിലർ എൻ്റെ പിന്നിൽ നിന്ന് കല്ലെറിഞ്ഞു. എൻ്റെ കൈ പിടിച്ചവരിൽ ചിലർ തന്നെയാണ് എന്നെ തള്ളിയിടാൻ ശ്രമിച്ചത്. സത്യമായി പറയട്ടെ, ചില രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്.
ഞാൻ ആരോടാണ് തെറ്റ് ചെയ്തത് എന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരാളെ പോലും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വേദനകൾ എന്നെ തേടിയെത്തുന്നത് എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ തകർച്ചയ്ക്കും ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. എന്നെ വെറുക്കുന്നവരെക്കാൾ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന്. ഞാൻ വീഴരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കുറച്ച് ഹൃദയങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന്. ആ കുറച്ച് ആളുകളാണ് എൻ്റെ കരുത്ത്. ഇന്ന് എന്നെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് ദേഷ്യമില്ല. കാരണം അവർ എന്നെ തോൽപ്പിച്ചിട്ടില്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ശക്തിയായി നേരിടാൻ പഠിപ്പിച്ചു. ഒരാളുടെ പദവി എടുത്തു കളയാൻ കഴിയും, പക്ഷേ അവൻ്റെ ആത്മാർത്ഥത എടുത്തു കളയാൻ കഴിയില്ല. ഒരാളുടെ കസേര പിടിച്ചെടുക്കാം, പക്ഷേ അവൻ്റെ കഴിവ് മോഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്. നല്ല മനസ്സുള്ളവർ പലപ്പോഴും മുറിവേൽക്കും. കാരണം അവർ എല്ലാവരെയും സ്വന്തം പോലെ കാണും. പക്ഷേ അവസാനം ജയിക്കുന്നത് അതേ നല്ല മനസ്സാണ്. കാരണം ചതി കൊണ്ടുള്ള വിജയം താൽക്കാലികമാണ്, ആത്മാർത്ഥത കൊണ്ടുള്ള വിജയം ശാശ്വതമാണ്. ഇന്ന് ഞാൻ എൻ്റെ വഴിയിലൂടെ നടക്കുന്നു. ആരെങ്കിലും ചവിട്ടട്ടെ, ആരെങ്കിലും കുറ്റം പറയട്ടെ, ആരെങ്കിലും ഒറ്റപ്പെടുത്തട്ടെ, ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ യാത്ര മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, ഇന്നലെ ഉണ്ടായിരുന്ന എന്നേക്കാൾ നല്ല മനുഷ്യനാകാനാണ്. ഒരു ദിവസം ഞാൻ ഇല്ലാതായാലും ആളുകൾ എൻ്റെ പദവി ഓർക്കില്ല. ഞാൻ എത്ര ആത്മാർത്ഥനായിരുന്നു എന്നതാണ് ഓർക്കുക. ഞാൻ എത്ര പേരെ സഹായിച്ചു എന്നതാണ് ഓർക്കുക. ഞാൻ എത്ര സത്യസന്ധനായിരുന്നു എന്നതാണ് ഓർക്കുക. അതാണ് എൻ്റെ സമ്പത്ത്, അതാണ് എൻ്റെ അഭിമാനം. ഇന്ന് ഈ വരികൾ വായിക്കുന്ന നിങ്ങളും ഒരിക്കൽ ഒറ്റപ്പെട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വ ആത്മാർത്ഥത തോൽക്കില്ല. ചതിക്കപ്പെട്ടവൻ്റെ വാക്കുകൾ, വിയർപ്പിൻ്റെ വിജയം, ഒറ്റപ്പെട്ടവൻ്റെ യാത്ര, ജീവിതപാഠങ്ങൾ, മനസാക്ഷിയാണ് ശക്തി, നല്ല മനസ്സിൻ്റെ വില, കഠിനാധ്വാനത്തിൻ്റെ കഥ, ചവിട്ടിത്താഴ്ത്തിയാലും വീഴില്ല തളരാത്ത മനസ്സ്. ചതിച്ചതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക: ദൈവം ചില നല്ല മനുഷ്യരെ കഠിനമായ വഴികളിലൂടെ നടത്തും. കാരണം അവർക്ക് തകർന്നു പോകാനല്ല, കൂടുതൽ ശക്തരാകാനാണ് വിധി എഴുതിയിരിക്കുന്നത്. എന്നെ പലരും തള്ളിയിട്ടു, പക്ഷേ ഞാൻ വീണിടത്ത് തന്നെ കിടന്നില്ല. കാരണം എൻ്റെ കണ്ണീരിനേക്കാൾ വലുതായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ, കടപ്പാട്. ഇത് വായിക്കുമ്പോൾ കുറേ പേരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്.